തലയിലേക്ക് തണുത്ത വെള്ളം ധാരധാരയായി ഒഴിച്ച് മനുഷ്യനെ കൊല്ലുന്ന ചടങ്ങ് തമിഴ് ഗ്രാമങ്ങളിൽ ഇപ്പോഴും നടക്കുന്ന ചടങ്ങ്. അതാണ് തലൈക്കൂത്തൽ. തലൈക്കൂത്തലിന് നാള് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അക്കം പക്കം വീടുകളിൽ അടക്കം പറയും. നിശ്ചയിച്ച ദിവസം തലൈക്കൂത്തലെടുക്കുന്ന ആൾ വരും. തലയിൽ എണ്ണ വെച്ച് തണുത്ത വെള്ളം ധാരധാരയായി ഒഴിച്ച് ഒരു മനുഷ്യനെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അഹോറയെ ഞാൻ ആദ്യമായി കാണുന്നത് 2004 മയിലാടുതുറയിൽ വെച്ചിട്ടാണ്. അന്ന് അദ്ദേഹം തലൈക്കൂത്തലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. 2023 വീണ്ടും അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോഴാണ് തലൈക്കൂത്തൽ എന്ന ചടങ്ങിനെക്കുറിച്ചും അതിൻ്റെ ഭീകരതയെക്കുറിച്ചും ഞാൻ നേരിട്ട് മനസ്സിലാക്കിയത്. 26 വിധികളിലൂടെ തലൈക്കൂത്തലെടുക്കാൻ പറ്റും. വായിൽ കരിക്ക് വെള്ളമൊഴിച്ച്, മൂക്ക് പൊത്തിപ്പിടിച്ച്, വായിൽ പാലൊഴിച്ച്, മൂക്കിലേക്ക് എണ്ണ ഒഴിച്ച്, ചെളിവെള്ളം കലക്കി ഒഴിച്ച്, അങ്ങനെ 26 വിധത്തിൽ മനുഷ്യനെ കൊല്ലാൻ പറ്റും. തലൈക്കൂത്തലിലൂടെ മരണപ്പെട്ട ഒരാളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ഒന്നെങ്കിൽ അത് ന്യൂമോണിയ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ഇങ്ങനെയായിരിക്കും റിപ്പോർട്ട് വരിക. കേസില്ല, കൂട്ടമില്ല, വിധിയില്ല, ന്യായമില്ല. മനസ്സില്ല മനസ്സോടെയാണെങ്കിലും അഹോറ ഈ കുലത്തൊഴിൽ ഏറ്റെടുക്കാൻ കാരണം രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി കൊലക്കേസിലെ ഒരാളുടെ തലൈക്കൂത്തലാണ് അഹോറ എടുക്കുന്ന ഒന്നാം തലൈക്കൂത്തൽ. അധികം ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത ഉൾഗ്രാമങ്ങളിൽ നടക്കുന്ന തലൈക്കൂത്തലിൻ്റെ നേരാവിഷ്കാരമാണ് എൻ്റെ ഏറ്റവും പുതിയ പുസ്തകമായിട്ടുള്ള ഒന്നാം തലൈക്കൂത്തൽ. മയിലാടുതുറൈ, വിരുദുനഗർ, തേനി, ഉസിലാമ്പട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ച് കണ്ടെത്തിയിട്ടുള്ള നേർക്കാഴ്ചകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി സ്ഫോടന കേസിലെ ഏറ്റവും അടുത്ത 2 ദൃക്സാക്ഷികൾ ഈ നോവലിൽ കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. അവർ ആ നിഗൂഢമായിട്ടുള്ള സംഭവത്തിൻ്റെ ചുരുളഴിക്കുന്നുണ്ട്. എന്താണ് തലൈക്കൂത്തൽ? എന്തിനാണ് തലൈക്കൂത്തൽ? ആരാണ് അഹോറ? അഹോറയും രാജീവ് ഗാന്ധിയും തമ്മിലുള്ള ബന്ധം എന്താണ്? വായിക്കുക ഒന്നാം തലൈക്കൂത്തൽ.